ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ആമോസ് 7-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു, അത് സംഭവിക്കയില്ല എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. ഇത് യഹോവയായ കർത്താവ് ഒരു ദർശനത്തിലൂടെ ഇവിടെ പറയുന്നുണ്ട്. എനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ, പുല്ല് രണ്ടാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. അത് രാജാവിൻ്റെ വക പുല്ലരിഞ്ഞ ശേഷം മുളച്ച രണ്ടാമത്തെ പുല്ലായിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ദൈവമായ യഹോവ പറയുകയാണ്, യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു, അത് സംഭവിക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയുടെ ഒരു അനുതാപത്തെക്കുറിച്ച്, ആമേൻ, സ്തോത്രം. നമുക്കറിയാം, ദൈവം പറയുന്നുണ്ട്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്ക് എന്ത് ചെയ്യും? കരുണ തോന്നുക തന്നെ ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ലൈഫിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, നമുക്ക് ഈ ലോകത്തുള്ള പ്രഭുക്കന്മാരോടോ അല്ല മറ്റുള്ളവരോടൊക്കെ നമ്മൾ അവരുടെയൊക്കെ അനുതാപത്തിന് വേണ്ടി നമ്മൾ അവരുടെയൊക്കെ അനുതാപം ലഭിച്ചാൽ നമുക്ക് എന്തെങ്കിലും നന്മകൾ ലഭിക്കുമെന്നോർത്തൊക്കെ നമ്മൾ ഭാരപ്പെട്ടിട്ടുണ്ട്, അല്ലേ? ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നസ്രാന യേശു നിൻ്റെ ലൈഫിനോട് കരുണ കാണിച്ചാൽ ഒരു മനുഷ്യനും നിന്നോട് കരുണ കാണിക്കേണ്ട കാര്യം അവിടെ വരത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാരണം നസ്രാന യേശു നിൻ്റെ ലൈഫിനോട്, അതാണ് കർത്താവ് അനുതപിച്ചാൽ, ആമേൻ, സ്തോത്രം, നമ്മൾ ഭാരപ്പെടുന്ന പകുതി പ്രശ്നങ്ങൾക്കും അല്ലെ മുഴുവനും നമുക്ക് എന്ത് ചെയ്യും? അവിടെ ഒരു സൊല്യൂഷൻ ലഭിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മൾ ഈ മനുഷ്യരുടെ അനുതാപത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ കാണുന്ന അവർ നമ്മളോടൊന്ന് കരുണ കാണിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് പകരം നസ്രാന യേശുവിൻ്റെ കരുണയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. നമുക്കറിയാം, ദൈവവചനത്തിൽ അനവധി ഇടങ്ങളിൽ കുരുടന്മാരല്ല ദൈവത്തോട് ദാവീദ് പുത്ര അടിയങ്ങളോട് കരുണയുണ്ടാകണമേ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയും ദൈവം നമ്മളെ നോക്കി ഒന്ന് അനുതപിച്ച, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവവചനം ഇവിടെ പറയുകയാണ്, അത് സംഭവിക്കുകയില്ല. ആമേൻ, സ്തോത്രം, അല്ലേ? മനുഷ്യൻ നമ്മളെ നോക്കിയല്ല, നിൻ്റെ ലൈഫിൽ, നിൻ്റെ തലമുറയിൽ അല്ല നിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ആ മനുഷ്യർ ഓരോ വാക്കുകളാൽ നമ്മളെ മുറിവേൽപ്പിക്കുമ്പോൾ ദൈവം ഇവിടെ പറയണം, ദൈവം അത് നോക്കി അനുതപിച്ചിട്ട് പറയണം, അത് സംഭവിക്കത്തില്ല. ആമേൻ, സ്തോത്രം. ദൈവം അനുതപിച്ച കുറേ എക്സാമ്പിളുകൾ ദൈവവചനത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ അടിയൻ്റെ ഹൃദയത്തിൽ തോന്നിയൊരു ഭാഗമാണ് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമേൻ, സ്തോത്രം, അല്ലേ? അപ്പം പെട്ടെന്ന് മരിച്ചു പോകുന്നു. ദൈവം എന്ത് ചെയ്യാണ്? ഇവിടെ പറഞ്ഞ് യെശയ്യാപ്രവാചകൻ മുഖാന്തരം നിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമത്തിലാക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ ആ കരച്ചിലിൻ്റെ നടുവിൽ യഹോവ എന്ത് ചെയ്തു? അവൻ്റെ പ്ലാനും പദ്ധതിയും തൻ്റെ ഭക്തന് വേണ്ടി മാറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം, അല്ലേ? അപ്പോൾ വീണ്ടും യെശയ്യാവിനോട് പറയുകയാണ്, നീ ചെന്ന് ഇനി ഹിസ്കിയാവോട് പറയേണ്ടത്, യഹോവ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, അപ്പോൾ നിൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം ഞാൻ കൂട്ടിത്തരുമെന്ന് പറഞ്ഞു. ഇതിന് കാരണം അവൻ്റെ ആ കണ്ണുനീരും അവൻ്റെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ആ തീരുമാനത്തെ അല്ലെങ്കിൽ കർത്താവിൻ്റെ മനസ്സത്രയേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ ലൈഫിലും ഇന്നത് ദുഷ്ടനായവൻ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന കാര്യത്തെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. എന്ത് തന്നെയായാലും കർത്താവിൻ്റെ ആ കരുണയും അവൻ്റെ ഹൃദയം നമ്മുടെ ലൈഫിൽ നമ്മുടെ വിഷയത്തിന് മധ്യ അനുദപിച്ചാൽ, ആമേൻ, സ്തോത്രം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മറുപടികളും ചില സാഹചര്യങ്ങളും മാറുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് നീ ആ മനുഷ്യൻ എന്നോടൊന്ന് കരുണ തോന്നിയ, അല്ലെ ആ പുള്ളി എന്നോടൊന്ന് കരുണ കാണിച്ച, എനിക്ക് ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കാമെന്ന് നീ മനുഷ്യരെ ആശ്രയിക്കുന്നുവെങ്കിൽ, ആമേൻ, സ്തോത്രം, ഇപ്പോൾ കുതിരകളെയും ഇവിടെയുള്ള എല്ലാത്തിനെയും നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ആശ്രയം വൃഥാവായി പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് സഹായം അത് ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരികയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി അവൻ്റെ അനുതാപത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് കരയാം. മനുഷ്യൻ്റെ മുമ്പിലല്ല. ഇവിടെ ഹിസ്കിയാവിൻ്റെ ലൈഫിന് ദൈവം എന്ത് ചെയ്തു? അവൻ്റെ ഒരു വ്യതിയാനം കൊടുത്തുവെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം. ഇതുപോലെ തന്നെ അടിയൻ്റെ ഹൃദയത്തിൽ തോന്നിയൊരു ഭാഗമാണ് യോനയുടെ, അല്ലേ? യോനയിൽ നമുക്കറിയാം, ദൈവം യോനയോട് പറഞ്ഞു, ആമേൻ, സ്തോത്രം,
എന്താണ് നിനവേലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക എന്നും പറഞ്ഞ് യോനേനെ എന്ത് ചെയ്യാണ് പറഞ്ഞു വിടുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ സന്നിധിയിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, അവന് സമുദ്രത്തിൽ അവന് പോകാൻ മടിയായിരുന്നു, എന്നിട്ടും അവൻ എന്ത് ചെയ്തു, പോയി. അങ്ങനെ കുറേ ഇൻസിഡൻസ് അവിടെ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അവസാന ഘട്ടം വന്നപ്പം ദൈവം നിനവക്കാരോട് കരുണ കാണിച്ചു എന്ന് നമുക്ക് കേട്ടപ്പോൾ യോനയ്ക്ക് എന്ത് വന്നു, കോപം ജ്വലിക്കുവാനായിട്ടിടെ. അതേമേ പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത്? ഹല്ലേലൂയ സ്തോത്രം അല്ലേ. ദൈവം എന്ത് ചെയ്തു, അവരുടെ ആ ഒരു കണ്ണുനീരിൻ്റെ നടുവിൽ, അവരുടെ ഉപവാസത്തിൻ്റെ നടുവിൽ, അവരുടെ പ്രാർത്ഥനയുടെ നടുവിൽ യഹോവയുടെ തീരുമാനങ്ങളെ മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ സ്തോത്രം. അവിടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം. ആവണക്കിനെ ദൈവം കൊടുത്തത് ഒറ്റ ദിവസം കൊണ്ട് ദൈവമില്ലാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രി നശിച്ചു പോവുകയും ചെയ്യുന്ന ആവണക്കിനെക്കുറിച്ചല്ലേ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടിരിക്കും. ഇവിടെ ദൈവം പറയുകയാണ്, വലം കൈ ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലോണം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരം. അപ്പം മൃഗങ്ങളോട് വരെ കരുണ തോന്നുന്ന ഒരു ദൈവമേ സ്തോത്രം. എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ദൈവ യോനയോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്, ഞാനും നീയും ആരാധിക്കുന്ന ദൈവത്തിന് ആമേ സ്തോത്രം, അവൻ അനുതപിപ്പാൻ അവൻ്റെ മനസ്സെന്താണ്, അവൻ ദീർഘക്ഷമയും ദയേ മഹാദയുള്ളൊരു ദൈവത്തെയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ശത്രുക്കൾ പലരും നമ്മളെ നോക്കി നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് എഴുതുമ്പോൾ ഇന്ന് ദൈവവചനം പറയുകയാണ്, യഹോവ അതിനെ നോക്കി അനുതപിച്ചു, അതങ്ങനെ സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും ജീവിതത്തിൽ നടക്കുമെന്ന് ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്, ഞാൻ അതിനെ നോക്കി അനുതപിക്കുന്നു. ദൈവത്തിന് അനുതാപം നിനക്ക് വേണം. അവൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധി താണിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അവൻ നിനക്ക് വേണ്ടി മറുപടിയുമായി തിരിച്ചു വരിക തന്നെ ചെയ്യുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോ വിളിച്ച് അവനോട് അടുത്തിരിക്കുക. അവൻ തക്ക സമയത്ത് നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് തൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതവണ്ണം നിന്നെ അനുഗ്രഹിപ്പാൻ യഹോവ ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഈ വചനപ്രകാരം ദൈവസന്നിധിയിൽ ആദ്യഘട്ടം നമുക്ക് വിഷമങ്ങൾ തോന്നിയാൽ അതിൻ്റെ അവസാനം മധുരമാക്കി തീർക്കുന്ന ഒരു ദൈവ. ഹല്ലേലൂയ സ്തോത്രം. ദൈവസന്നിധി, ദൈവത്തിൻ്റെ അനുതാപത്തിനും അവൻ്റെ ആ കരുണയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.